രണ്ടാമൂഴമില്ലാത്ത ജീവിതം ആടിത്തീർത്ത് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളിയെന്ന് ആദ്യമായി അർത്ഥം കൽപ്പിച്ച കഥാകാരൻ ആ കോമാളിക്കൊപ്പം യാത്രയായി. അക്ഷരങ്ങൾക്ക് തീപിടിപ്പിച്ച വായിക്കുന്ന മലയാളിയുടെ മനസ്സിൽ കൂടുകൂട്ടിയിരുന്ന എഴുത്തുകാരൻ മലയാള അക്ഷരങ്ങൾ മാലയായി കോർത്ത് ഏത് ശൂന്യതയ്ക്ക് നടുവിലും എന്തെങ്കിലുമൊന്ന് വായനയിലൂടെ പ്രതീക്ഷയുടെ നിലാവെളിച്ചം തന്ന എഴുത്തുകാരൻ ശ്രീ MD സാർ വിടവാങ്ങി. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. രണ്ടാമൂഴമില്ലാത്ത ജീവിതം ആടിത്തീർത്ത് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളിയെന്ന് ആദ്യമായി അർത്ഥം കൽപ്പിച്ച കഥാകാരൻ ആ കോമാളിക്കൊപ്പം അങ്ങനെ യാത്രയായി. 1933 ജൂലൈ 15 കൂടല്ലൂരിൽ T നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ജനിച്ചു. MT എന്നറിയപ്പെടുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായിരുന്നു. അദ്ദേഹം ആധുനിക മലയാള സാഹിത്യത്തിന്റെ രചയിതാവും ആയിരുന്നു. 23-ാം വയസ്സിലായിരുന്നു ആദ്യ നോവലായ നാലുകെട്ട് എഴുതിയത്. 1958 ആ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 29-ാം വയസ്സിലാണ് അസുരവിത്ത് എന്ന നോവൽ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥ രണ്ടാമൂഴമാണ്. ഏകദേശം 54 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. മികച്ച തിരക്കഥകൾക്കുള്ള ദേശീയ അവാർഡ് 4 തവണ അദ്ദേഹത്തെ തേടിവന്നു. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ സിനിമയുടെ തിരക്കഥകൾക്കാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത്. മലയാള സാഹിത്യത്തിന്റെ വഴിത്തിരിവുകളായിരുന്നു അദ്ദേഹത്തിന്റെ പല നോവലുകളും. ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2004 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അമ്മയുടെ കണ്ണീരിൻ്റെയും നിളയുടെ തെളിനീരിൻ്റെയും നടുവിലെ വരമ്പിലൂടെയാണ് എഴുത്തിലേക്ക് അദ്ദേഹം നടന്നു തുടങ്ങിയത്. എഴുതിയ എല്ലാ പുഴകളും നിളയിലൂടെ ഒഴുകിയതുപോലെ എഴുതിയ എല്ലാ അമ്മമാരിലും അദ്ദേഹത്തിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. വീട്ടുമൊഴികളും നാട്ടുമൊഴികളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രപഞ്ചം. എഴുത്തിനോട് എക്കാലവും നീതി പുലർത്തിയ അദ്ദേഹം താൻ മുൻപ് എഴുതിയതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പുതിയത് എഴുതാതിരിക്കുക എന്ന രീതി അവലംബിച്ചത് ഓരോ പുതിയ സൃഷ്ടികളെയും മുൻപുള്ളതിനേക്കാൾ മികവുറ്റതാക്കിയിരുന്നു. 1965 മുറപ്പെണ്ണ് എന്ന തിരക്കഥ രചിച്ചുകൊണ്ടാണ് തിരക്കഥാകൃത്ത് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. നിർമാല്യം, മഞ്ഞ്, ബന്ധനം, വാരിക്കുഴി, കടവ്, ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് തിരക്കഥകളുടെ രചയിതാവ് എന്ന നിലയിലാണ്. MD എന്ന രണ്ടക്ഷരം മലയാളത്തിൻ്റെ വികാരമായിരുന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിലേറെക്കാലമായി മലയാളിയുടെ സൗന്ദര്യബോധത്തെയും ഭാവുകത്വത്തെയും ജീവിതാനുഭവങ്ങളെയും നവീകരിച്ച സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക മേഖലയുടെ ആകെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അദ്ദേഹം. സാഹിത്യകുലപതി, അക്ഷരങ്ങളെ വായനക്കാരൻ്റെ നെഞ്ചിൽ നെരിപ്പോടാക്കിയ എഴുത്തുകാരൻ, നിളയെ പ്രണയിച്ച് മലയാളത്തെ, മലയാള അക്ഷരങ്ങളെ ധന്യമാക്കിയ ശ്രീ MD സാറിന് മരണമില്ല. എഴുതിക്കഴിഞ്ഞ നോവലിലെ കഥാപാത്രങ്ങളെപ്പോലെ അങ്ങ് എന്നും ജീവിക്കും മലയാളത്തോടൊപ്പം മലയാളികളുടെ മനസ്സിൽ. കഥകൾ ബാക്കിയാക്കി, കഥാപാത്രങ്ങളെ തനിച്ചാക്കി, കാലത്തിൻ്റെ വറ്റിയ പ്രവാഹത്തിൻ്റെ തീരത്തേക്ക് മറിഞ്ഞ മലയാളത്തിൻ്റെ ഇതിഹാസ കഥാകാരന് പ്രണാമം.